സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് നിരാശ. കേരളത്തെ ഒറ്റ ഗോളിന് തോൽപ്പിച്ച് സർവീസസ് ചാമ്പ്യന്മാർ. എക്സ്ട്രാ ടൈമിലാണ് വിജയ ഗോൾ പിറന്നത്. 10ാം തവണയാണ് കേരളം ഫൈനലിൽ തോൽക്കുന്നത്. വിവരങ്ങളുമായി VS കൃഷ്ണരാജ് ചേരുകയാണ്. കൃഷ്ണരാജ്, കേരളത്തിന് സന്തോഷമില്ല. അവസാന നിമിഷം വരെ പ്രതീക്ഷാ നിർഭരമായിരുന്നു. പക്ഷേ 9ാം മിനിറ്റിൽ പിറന്ന ഒറ്റ ഗോളിനാണ് ഈ സർവീസസ് ചാമ്പ്യന്മാരായിരിക്കുന്നത്. എക്സ്ട്രാ ടൈമിലെയാണ് ഈ വിജയ ഗോൾ പിറന്നത്. 10ാം തവണയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം ഫൈനലിൽ തോൽക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് മത്സരത്തെ വിലയിരുത്താൻ സാധിക്കുക? KP, അത്യന്തം ആവേശകരമായ ഫൈനൽ പോരാട്ടമായിരുന്നു. ആദ്യ പകുതിയിൽ കേരളത്തിൻ്റെ ആധിപത്യമായിരുന്നു. 27ാം മിനിറ്റിൽ അർജുൻ്റെ ഒരു തകർപ്പനടി ക്രോസ് ബാറിൽ തട്ടി പുറത്തേക്ക് പോയത് കേരളത്തിൻ്റെ നിർഭാഗ്യം കൊണ്ട് മാത്രമായിരുന്നു. ആദ്യ പകുതിയുടെ മിക്ക സമയത്തും സമ്പൂർണ്ണ ആധിപത്യമാണ് കേരള ടീം പുലർത്തിയത്. പക്ഷേ മത്സരം 2ാം പകുതിയിലേക്ക് വരുമ്പോൾ തുടരാക്രമണങ്ങളിലൂടെ സർവീസസ് തിരിച്ചടിക്കുകയായിരുന്നു, കേരളത്തെ പ്രതിരോധത്തിലാക്കുകയായിരുന്നു. അവസാന മിനിറ്റുകളിൽ ഒപ്പത്തിനൊപ്പം ഇരു ടീമുകളും ആവേശ പോരാട്ടം കാഴ്ചവെച്ചു. അങ്ങനെ മത്സരം 90 മിനിറ്റും കഴിഞ്ഞ് അതിൻ്റെ ഇഞ്ചുറി ടൈം കഴിഞ്ഞിട്ടും ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചതോടെ എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുകയായിരുന്നു. എക്സ്ട്രാ ടൈമിൻ്റെ ആദ്യ പകുതിയിലും ഗോളടിക്കാൻ ആയില്ല, ആദ്യ 15 മിനിറ്റിലും ഗോളടിക്കാനായില്ല. അങ്ങനെ 105 മിനിറ്റുകൾ ഗോളടിക്കാതെ മത്സരം കടന്നുപോയി. 2ാം പകുതിയിൽ എക്സ്ട്രാ ടൈമിൻ്റെ 2ാം പകുതിയിൽ 4ാം മിനിറ്റിൽ, അതായത് മത്സരത്തിൻ്റെ 109ാം മിനിറ്റിൽ അഭിഷേക് പവാർ എന്ന അവരുടെ മിന്നും സ്ട്രൈക്കർ തകർപ്പനൊരു ഷൂട്ടിലൂടെ ഗോൾ നേടി കേരളത്തിന് നിരാശ സമ്മാനിക്കുകയായിരുന്നു. തിരിച്ചടിക്കാൻ പലവട്ടം ശ്രമിച്ചുവെങ്കിലും അവരുടെ സർവീസസിൻ്റെ പ്രതിരോധത്തിൽ തട്ടി കേരളത്തിൻ്റെ മുന്നേറ്റങ്ങളൊക്കെയും മുനയൊടിഞ്ഞു വീഴുകയായിരുന്നു. ഏതായാലും അഭിഷേക് പവാർ, ഈ മത്സരത്തിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിരുന്ന സർവീസസിൻ്റെ താരം അഭിഷേക് പവാർ തന്നെയായിരുന്നു. അതേ അഭിഷേക് പവാറിൻ്റെ കരുത്തിൽ കേരളം വീണ്ടും പറഞ്ഞതുപോലെ തന്നെ ഈ അർജുൻ്റെ ഒരു ഷോട്ട്, അത് നിർഭാഗ്യം കൊണ്ടാണ് കേരളത്തിന് വിജയം സമ്മാനിക്കാതിരുന്നത്. നേരിയ വ്യത്യാസത്തിലാണ് അങ്ങനെ ഒരു വിജയ ഗോൾ വഴിമാറിപ്പോയത്. ഇവിടെ അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. അവസാന നിമിഷം വരെ, എക്സ്ട്രാ ടൈം വരെ ആരായിരിക്കും ഈ സന്തോഷ് ട്രോഫി ഉയർത്തുക എന്നുള്ള കാത്തിരിപ്പായിരുന്നു. അങ്ങനെ വലിയ ആവേശകരമായ ഒരു മത്സരത്തിനൊടുവിലാണ് നിർഭാഗ്യകരമായ ഒരു തോൽവി കേരളത്തിനുണ്ടായതല്ലേ? തീർച്ചയായും സർവീസസും കേരളവും ഈ സന്തോഷ് ട്രോഫിയിൽ 2 വട്ടം ഏറ്റുമുട്ടി. 2 വട്ടവും 1-0 സർവീസസ് ജയിച്ചിരുന്നു. അന്നത്തെ മത്സരത്തിൽ, ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരത്തിൽ 5 പ്രമുഖ താരങ്ങൾ ഇല്ലാതെയാണ് കേരളം കളിക്കാനിറങ്ങിയത്. അക്കാരണത്താൽ സർവീസസ് ആധിപത്യം പുലർത്തി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ മറ്റൊരു സർവീസസിനെയാണ് കണ്ടത്. പ്രതിരോധത്തിൽ അവരുടെ പതിവ് ശൈലി അതുതന്നെയാണ്. പ്രതിരോധത്തിൽ ഉറച്ചു നിൽക്കുക, കിട്ടുന്ന അവസരങ്ങളിൽ ആക്രമണ ഫുട്ബോൾ കാഴ്ചവെക്കുക, ഗോളടിക്കുക, ജയിക്കുക. ഇന്ന് പക്ഷേ അവർ ഫുട്ബോളിൻ്റെ ഒരു ടോട്ടൽ ഫുട്ബോൾ മികവ് കാഴ്ചവെക്കാൻ 2ാം പകുതിയിൽ ശ്രമിച്ചു. അതിൻ്റെ ഫലം കണ്ടത് എക്സ്ട്രാ ടൈമിലാണ് എന്നാണ്. ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ സർവീസസിനോട് കേരളം തോൽക്കുന്നു, ഫൈനലിലും തോൽക്കുന്നു. മറ്റൊരു പ്രത്യേകതയുണ്ട്, കേരളവും സർവീസസും 2 തവണ ഫൈനലിൽ ഏറ്റുമുട്ടുന്നു. 2 തവണയും സർവീസസ് ജയിക്കുന്നു. 2013 കൊച്ചിയിൽ നടന്ന സന്തോഷ് ട്രോഫി ഫൈനലിൽ അന്ന് ഷൂട്ടൗട്ടിലാണ് സർവീസസ് കേരളത്തെ പരാജയപ്പെടുത്തിയത്. ഇന്നും ഷൂട്ടൗട്ടിലേക്ക് പോകും എന്ന് കരുതിയ മത്സരത്തിലാണ് 109ാം മിനിറ്റിൽ 11 മിനിറ്റുകൾ അവശേഷിക്കെ സർവീസസിന് വേണ്ടി അഭിഷേക് പവാർ ഗോളടിച്ച് വിജയിപ്പിച്ചത്. കേരളത്തിന് ഈ സന്തോഷ് ട്രോഫി എന്നത് പലപ്പോഴും നഷ്ടപ്രതാപത്തിൻ്റെ ഒരു ലീഗ് കൂടിയായി മാറുന്നുണ്ട്. കാരണം 10 തവണയാണ് ഫൈനലിൽ തോറ്റത്. 2 വട്ടം തുടരെ 4 സന്തോഷ് ട്രോഫി ഫൈനലിൽ തോറ്റു. 5ാമത്തെ തവണ ജയിച്ചു, 6ാമത് വീണ്ടും തോറ്റു. അങ്ങനെ ഫൈനലുകളിൽ കാലിടറുന്ന കേരള ടീമിനെ ഒരിക്കൽ കൂടി നമുക്ക് കാണാനായി. ഏതായാലും ഇത്തവണ കേരള ടീം ഒരു പ്രൊഫഷണലിസത്തിൻ്റെ സൂചനകൾ കാണിച്ചു എന്ന് എടുത്തു പറയണം. കാരണം അവരുടെ കളിമികവ്, വിങ്ങിലൂടെയുള്ള ആക്രമണം, വിങ്ങുകളിലൂടെ ആക്രമിച്ചു കയറുന്നതിനൊപ്പം പ്രതിരോധത്തിൽ അടിയുറച്ചു നിൽക്കൽ, മുന്നേറ്റ നിരയുടെ മികവ്, ഇതൊക്കെ കണ്ടു. ഈ ഫൈനൽ തോൽക്കുമ്പോൾ പ്രൊഫഷണലായി നമ്മൾ തോറ്റു എന്ന് ആത്മവിശ്വാസത്തോടെ മടങ്ങാം എന്നതുമാണ്. ഇവിടെ ജി സഞ്ജു നയിച്ച ക്യാപ്റ്റനായിട്ടുള്ള ഈ ടീമിൽ ഇടതു വിങ്ങിലെ വിഘ്നേഷിന് പകരം ടി ഷിജിൻ, അങ്ങനെ ഒരു ചെറിയ ഒരു മാറ്റം മാത്രമായിരുന്നു കേരളം ഇന്ന് നടത്തിയത്. കാരണം അത്രത്തോളം കെട്ടുറപ്പുള്ള ഒരു ടീമായിരുന്നു കേരള ടീം എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം കഴിഞ്ഞ ഓരോ മത്സരങ്ങളും വിലയിരുത്തിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. സെമിയിൽ പഞ്ചാബിനെ തകർത്ത് കേരളം ഫൈനലിൽ എത്തുന്നു. അങ്ങനെ ഓരോ മത്സരം കഴിയുന്തോറും കിടയറ്റ മികവുറ്റ ഒരു ടീമിനെയാണ് നമ്മൾ കണ്ടത്. അവിടെ കേരളത്തിൻ്റെ ആ ഒരു
ടോട്ടൽ ഫുട്ബോളിനെ ഈ മത്സരത്തിൽ ഉടലിൽ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? കെ പി, ഈ പഞ്ചാബിനെ 3-1 തോൽപ്പിച്ചുകൊണ്ടാണ് കേരളം ഇത്തവണ സന്തോഷ് ട്രോഫിയിൽ തുടക്കമിട്ടത്. രണ്ടാമത്തെ മത്സരത്തിൽ റെയിൽവേസിനോട് 1-1 സമനില വഴങ്ങുന്നു. മൂന്നാമത്തെ മത്സരത്തിൽ ഒഡീഷയെ തോൽപ്പിക്കുന്നു. നാലാമത്തെ മത്സരത്തിൽ മേഘാലയയെ തോൽപ്പിക്കുന്നു 3-0. അഞ്ചാമത്തെ മത്സരത്തിൽ സർവീസസിനോട് തോൽക്കുന്നു. പക്ഷേ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറുന്നു. അവിടെ 11 ഗോളുകൾ അടിക്കുന്നു. അതുവരെയുള്ള മത്സരം ക്വാർട്ടർ ഫൈനൽ വരെ 11 ഗോളുകൾ സ്കോർ ചെയ്യുന്നു, 3 ഗോളുകൾ മാത്രം വഴങ്ങുന്നു. എന്നാൽ ക്വാർട്ടർ ഫൈനലിൽ അസമിനെ 3-0 സെമി ഫൈനലിൽ പഞ്ചാബിനെ 4-0 പരാജയപ്പെടുത്തുന്നു. അതായത് എത്രമാത്രം മികവായിരുന്നു കേരള ഫുട്ബോളിൻ്റെ മുന്നേറ്റത്തിൽ കണ്ടത് എന്നതിന് എടുത്തു പറയണം. 3 ഗോൾ മാത്രം, ഇന്നത്തെ ഫൈനലിൽ കൂടി ചേർത്ത് 4 ഗോളുകൾ മാത്രമാണ് ആകെ കേരള ടീമിൻ്റെ പ്രതിരോധ നിര വഴങ്ങിയത് എന്നോർക്കണം. പക്ഷേ സ്കോർ 1-0 ആണെങ്കിൽ പോലും 1 ഗോൾ മാത്രമാണ് വഴങ്ങുന്നതെങ്കിൽ പോലും ആ ഗോൾ അടിക്കുന്നവർക്ക് തന്നെയാണല്ലോ കിരീടം നേടാനാവുക. പ്രതിരോധത്തിൽ, മുന്നേറ്റത്തിൽ, മധ്യനിരയിൽ, വിങ്ങുകളിലൂടെയുള്ള ആക്രമണത്തിലൊക്കെ കേരള ഫുട്ബോൾ ടീം മികച്ചു നിന്നു എന്നതാണ് ഫൈനൽ മത്സരം അവസാനിച്ച് നിരാശയോടെ മടങ്ങേണ്ടി വരുമ്പോഴും എടുത്തു പറയേണ്ടത്. ഏതായാലും കേരള ഫുട്ബോളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. അത് തീർത്തും അലസമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് അല്ല ഇത്തവണ കളിച്ചത്. കെട്ടുറപ്പുള്ള ഒരു ടീം, മികവുറ്റ ഒരു ഗെയിം പ്ലാനിംഗ്, അതുപോലെ തന്നെ മധ്യനിരയിൽ കളിമനയുന്നതിലും കേരള താരങ്ങൾ മികച്ചു നിന്നു. ഗോൾ അടിക്കുന്നതിലും ഗോൾ വഴങ്ങുന്നതിൽ പിശുക്ക് കാട്ടി എന്നതും നമ്മൾ എടുത്തു പറയണം. ആകെ ഈ ലീഗിൽ വഴങ്ങിയത് 4 ഗോളുകൾ മാത്രമാണ്. 18 ഗോളുകൾ സ്കോർ ചെയ്തു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും സന്തോഷമായില്ല നമുക്ക്, എങ്കിലും ഈ മാറ്റത്തിൽ സന്തോഷിക്കാം. കഴിഞ്ഞ തവണ ബംഗാളിനോട് ഫൈനലിൽ തോൽക്കുന്നു, ഇത്തവണ സർവീസസിനോട് തോൽക്കുന്നു. 87, 88, 89, 90 4 വർഷങ്ങളിൽ തുടരെ ഫൈനലിൽ തോറ്റ കേരള ടീം 91 ചാമ്പ്യന്മാരാകുന്നു, 92 ചാമ്പ്യന്മാരാകുന്നു, 93 ഫൈനലിൽ തോക്കുന്നു. അങ്ങനെ ഈ തുടരെ കേരളം ആധിപത്യം പുലർത്തിയിരുന്ന ഒരു ഫുട്ബോൾ കാലമുണ്ടായിരുന്നു. അതിടയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ വീണ്ടും പിടിച്ചെടുക്കുന്നു. കപ്പുയർത്തിയില്ലെങ്കിൽ പോലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നമ്മുടെ കേരളത്തിനായി. കെ പി കൃഷ്ണാജി, ഇവിടെ 8ാം കിരീടം സ്വന്തമാക്കാനാണ് കേരളം കളത്തിലിറങ്ങിയത്. സർവീസസിൻ്റെ ഇതിൻ്റെ 8ാമത്തെ കിരീട നേട്ടം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ കൃഷ്ണാജി പറഞ്ഞതുപോലെ തന്നെ എല്ലാ തലത്തിലായി കഴിഞ്ഞാലും ആ കളിക്കളത്തിൽ ഉടനീളം ഒരു മേധാവിത്വം തുടക്കം മുതൽ കേരളം പുലർത്തിയിരുന്നു. പക്ഷേ അവസാന മത്സരത്തിൽ ഒരു ഭാഗ്യം, ഈ കളിയിലൂടെ ഒരു നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഇവിടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ ഏത് നിമിഷവും മാറി മറിയുന്ന ഒരു കളി ശൈലിയാണ് ഈ സോക്കറിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ നോക്കുമ്പോൾ നിർഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് കിരീടം നഷ്ടമായതെന്ന് പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായും നിർഭാഗ്യം ഒരു വശത്തുണ്ട്. പക്ഷേ ഫൈനലിൽ സമ്മർദ്ദത്തിന് അടിപ്പെടാതെ കളിക്കുന്ന ടീമാകുമല്ലോ കിരീടം നേടുക. അതായത് ഒന്നുകിൽ കളിക്ക് വിപരീതമായി നമ്മൾ തോറ്റതാകണം. ആദ്യ പകുതിയിൽ നമ്മൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ പിന്നീട് മത്സരം പതിയെ വരുതിയിലാക്കുകയായിരുന്നു സർവീസസിൻ്റെ ഈ സന്തോഷ് ട്രോഫിയിലെ ഗെയിം പ്ലാൻ അതായിരുന്നു. അതായത് അവരെന്താണോ പ്ലാൻ ചെയ്തത് അത് നടപ്പിലാക്കാൻ അവർക്കായി എന്നതാണല്ലോ. കാരണം പ്രതിരോധത്തിൽ ശക്തമായൊരു നിരയുണ്ട് അവർക്ക്. ആ പ്രതിരോധത്തിലൂന്നി മത്സരം കൊണ്ടുപോവുക, പതിയെ കിട്ടുന്ന സമയങ്ങളിൽ കടന്നാക്രമിക്കുക, അതിലൂടെ ഗോൾ നേടുക. മാത്രമല്ല എതിരാളിയെ തളർത്തി ഗോളടിക്കുക എന്നൊരു ശൈലി കൂടി അവർക്കുണ്ട്. പ്രതിരോധം അത്രയേറെ ശക്തമായിരുന്നു സർവീസസിൻ്റേത്. അവർ അതേ നിലയിൽ തന്നെ ഇത്തവണ കളിച്ചു. ആ ട്രാപ്പിൽ കേരള ടീം വീഴുകയായിരുന്നു എന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ ആദ്യ പകുതിയിലെ കളി കണ്ടാൽ ഈ കപ്പർഹിക്കുന്നത് കേരളം തന്നെയാണ്. രണ്ടാം പകുതിയിൽ ഒപ്പത്തിനൊപ്പം നിന്നു. എക്സ്ട്രാ ടൈമിലേക്ക് വരുമ്പോൾ സർവീസസ് അവരുടെ മത്സരത്തിൻ്റെ ആധിപത്യം അവർ പിടിച്ചെടുക്കുന്നു. അങ്ങനെ കിരീടം നേടുന്നു. അപ്പോഴും ഞാൻ പറയാം, കേരളം ഇത്തവണ കളിച്ചത് മികച്ച ഫുട്ബോളാണ്, ടോട്ടൽ ഫുട്ബോളാണ്. എവിടെയെങ്കിലും പാളിച്ചകൾ ഉണ്ടായി എന്ന് ചോദിച്ചാൽ പരാജയപ്പെട്ടു, ശരി തന്നെ. പക്ഷേ പ്രതിരോധത്തിൽ, മധ്യനിരയിൽ, മുന്നേറ്റത്തിൽ, വിങ്ങുകളിലൂടെയുള്ള ആക്രമണത്തിലൊക്കെ സമഗ്രമായൊരു പദ്ധതി കേരള ടീമിനുണ്ടായിരുന്നു. കോച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഫൈനൽ കൂടി ജയിച്ചാലേ എന്തെങ്കിലും നേടി എന്ന് പറയാനാകൂ. ഫൈനൽ വരെ എത്തിയത് ആരും തിരിഞ്ഞു നോക്കണം എന്നില്ല എന്നാണ്. അതായത് ശരിയാണ്, അവസാന വിസിൽ മുഴങ്ങുമ്പോൾ, ഫൈനലിലെ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ആരാണോ ഗോൾ അടിച്ചത് അവർ ജയിക്കും. അത് കേരളത്തിനായില്ല, പരാജയപ്പെടുന്നു. ഇവിടെ ഈ തോൽവിയിലും കേരളത്തിനെ ആശ്വസിക്കാവുന്ന, സന്തോഷിക്കാവുന്ന വകയുണ്ട്. കാരണം 3 കേരള താരങ്ങളാണ് ഈ സർവീസിന്റെ നിരയിൽ അണിനിരുന്നത്. ഷനൂസും വിജയും ജിജോ. ഇവിടെ വിജയും ജിജോവും ഈ അവസാന 11 ഇന്നത്തെ മത്സരത്തിലും ഉണ്ടായിരുന്നു. അങ്ങനെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്നൊരു വക കൂടിയുണ്ട്, അല്ലേ? 3 മലയാളി താരങ്ങൾ സർവീസസ് ടീമിലുണ്ട്. മുഹമ്മദ് ഷനൂസ്, വിജയ് ജെറാൾഡ്, ജിജോ ജെറോൺ, ഈ 3 താരങ്ങൾ കളിക്കാനുണ്ട്. അതിൽ ജിജോ ഇന്ന് കളിക്കാൻ ഇറങ്ങുകയും ചെയ്തിരുന്നു ആദ്യ പകുതിയിൽ തന്നെ. ഏതായാലും
സർവീസസ് പലപ്പോഴും കേരളം ഫുട്ബോളിൻ്റെ ഒരു ഈറ്റില്ലമാണ്. പല മികച്ച താരങ്ങളെയും നമ്മൾ ഇവിടെ നിന്ന് രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അവരിൽ പലരും പലയിടങ്ങളിലേക്ക് ചേക്കേറി കളിക്കുന്നതും കേരളത്തിനെതിരെ ഗോളടിച്ച് ആ ടീമിനെ ജയിപ്പിക്കുന്നതും ഒക്കെ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇന്ന് ഈ അഭിഷേക് പവാർ എന്ന കരുത്തുറ്റ താരം, അയാൾ വളരെ നോട്ടഡായ ഒരു പ്ലെയറാണ്. ഒരു പക്ഷേ ഇനി ISL നമുക്ക് സജീവമായി കാണാൻ പറ്റുന്ന ഒരു മുഖമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഈ ഫൈനൽ മത്സരം തുടങ്ങും മുമ്പ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരും അതുതന്നെയായിരുന്നു. കേരള നിരയിൽ 3-4 പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. മുഹമ്മദ് റിയാസ്, MM അർജുൻ, ഷിജിൻ, V അർജുൻ, അജിസൽ, ഇവരൊക്കെ, പിന്നെ ക്യാപ്റ്റൻ സഞ്ജുവിൻ്റെ പ്രതിരോധ കരുത്തും, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷെ മറുവശത്ത് ഏറെ പറഞ്ഞു കേട്ട പേര് അഭിഷേക് പവാറിൻ്റെതായിരുന്നു. പവാറിൻ്റെ പവറിന് മുന്നിൽ കേരളം വീണുപോയി. ഏതായാലും ഇതിൽ നിരാശപ്പെട്ട് മടങ്ങുകയല്ലോ. കേരള ഫുട്ബോളിൽ ഗ്രാസ് റൂട്ട് ലെവൽ മുതൽ താരങ്ങളെ കണ്ടെത്തി വീണ്ടും ഒരു കേരള ടീമിനെ സംഘടിപ്പിച്ച് മികച്ചൊരു ക്യാമ്പിലൂടെ, പരിശീലന മികവിലൂടെ നമുക്ക് വീണ്ടും സന്തോഷ് ട്രോഫി കളിക്കണം. എത്രയോ വട്ടം നമ്മൾ വീണുപോയിരിക്കുന്നു. 10 തവണയാണ് ഫൈനലിൽ തോറ്റത്. 7 കിരീടങ്ങൾ നേടി. 8ാം കിരീടമെന്ന സ്വപ്നം അവിടെ ബാക്കിയാകുന്നുവെങ്കിൽ പോലും മികച്ച ഒരു ടീമുമായി ഇനിയും വരാനാകും. ഇനിയും ഈ പ്രൊഫഷണലിസത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി മികച്ച വിജയങ്ങളിലൂടെ സന്തോഷ് ട്രോഫിയിലും കേരളം ഭാരതത്തിൻ്റെ ഫുട്ബോൾ മേഖലയിലും കൂടുതൽ സജീവമാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതാണ് ഇനി സംഭവിക്കേണ്ടത്. അതിനായാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത്. KP. യെസ്, സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് നിരാശ. കേരളത്തെ ഒറ്റ ഗോളിന് തോൽപ്പിച്ച് സർവീസസ് ചാമ്പ്യന്മാർ. എക്സ്ട്രാ ടൈമിലാണ് വിജയ ഗോൾ പിറന്നത്. 10ാം തവണയാണ് കേരളം ഫൈനലിൽ തോൽക്കുന്നത്. വിവരങ്ങളാണ് VS കൃഷ്ണരാജ് നൽകിയത്.